ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജീവിത വിജയം സർവപ്രധാനം എന്ന ധ്യാനചിന്ത നമ്മൾ തുടരുകയാണ്. ഇന്ന് സെപ്റ്റംബർ 8 നമുക്കറിയാം, മാതാവിൻ്റെ ജനന തിരുനാൾ കൂടി നമ്മൾ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വിഷയം, നാം എല്ലാവരും, ദൈവമക്കളായ നാം എല്ലാവരും വിജയിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ജീവിത വിജയത്തിന് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അവൻ നൽകുന്ന ആ വിജയം നമ്മുടെ ജീവിതത്തിൽ നമ്മളത് ഏറ്റെടുത്ത് വിജയശ്രീലാളിതകളായി, ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും വിജയിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് ആ ഒരു വിജയം നമ്മൾ സ്വന്തമാക്കണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഞാൻ ഓർക്കുന്ന ഒരു കോളേജ് പഠനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ഒരു സ്റ്റേജ് വരെ എത്തി നിന്ന ഒരു വ്യക്തിയുടെ കാര്യം സൂചിപ്പിച്ചത്, അവൻ്റെ അയൽപക്കത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ ഭർത്താവ് വിദേശത്തായിരുന്നു. ഇവർക്ക് 2 കൊച്ചുകുട്ടികൾ. ഈ കുട്ടികളെ കളിപ്പിക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ പോകും, പിള്ളേരെ കളിപ്പിച്ച്. ആ സ്ത്രീ നോക്കുമ്പോഴും എന്ത് കാര്യത്തിനും ഇവനെ ഓടിക്കാൻ പറ്റും. എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാനും അതിനെല്ലാം അവനോടൊന്ന് പറഞ്ഞാൽ മതി, അങ്ങനെ പോകും. അത് പോയി അവസാനം ഈ സ്ത്രീയും ഇവനുമായിട്ട് ഒരു അടുപ്പം, അവിശുദ്ധമായ ഒരു അടുപ്പം. അങ്ങനെ വന്ന അവസാനം ഇവർ ഭാര്യാഭർത്താക്കന്മാരെ പോലെയാകുന്ന ഒരു അവസ്ഥ വന്നു. ഇനി അതോടെ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞത് നാം ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. പഠനത്തിലുള്ളവൻ്റെ ശ്രദ്ധ പോയി, ഫോക്കസായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പഠനത്തിൽ ഉഴപ്പി. മാത്രമല്ല, അവൻ്റെ കുടുംബാംഗങ്ങളോട് നല്ല കരുതലുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അതില്ല. ഇങ്ങനെ തെറ്റായ ഒരു ബന്ധം വന്നു കഴിഞ്ഞപ്പോൾ ആ മേഖലയിലെല്ലാം പ്രശ്നങ്ങളായി. മാത്രമല്ല, ഈ ഒരു കാര്യം ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം നാട്ടിൽ വന്നു. അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ഈ 2 കുടുംബങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരൊറ്റ കാരണത്താൽ ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, വിജയം വരിക്കാൻ, ജയിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നമുക്ക് വേണമെങ്കിൽ വലിയ പരാജയമായിട്ട് മാറാം നമ്മുടെ അശ്രദ്ധ കൊണ്ട്. നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിനേക്കാൾ പാപ വഴികൾക്ക് നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കുമ്പോൾ അതെവിടേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഇതിൻ്റെ വെളിച്ചത്തിൽ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ഒന്നാമത്തേത്, മനുഷ്യനെ വിജയിപ്പിക്കാൻ നോക്കുന്നവനാണ് ദൈവം. ദൈവത്തിൻ്റെ ശ്രദ്ധ, ദൈവത്തിൻ്റെ പ്രവൃത്തി എപ്പോഴും മനുഷ്യനെ വിജയിപ്പിക്കുക, തൻ്റെ മക്കളെ വിജയിപ്പിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യമാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 23 മുതൽ വായിക്കുമ്പോൾ, അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. ദൈവം തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിലാണ് അവനെ നിർമ്മിച്ചത്. എന്നാൽ സാത്താൻ അവൻ്റെ അസൂയ നിമിത്തം പാപം ലോകത്തിലേക്ക് കൊണ്ടുവന്നു, പാപത്തോടൊപ്പം മരണവും. അവൻ്റെ പക്ഷക്കാർ ഇന്നത് അനുഭവിക്കുന്നു എന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സഭാപ്രസംഗൻ 7-ാം അധ്യായം 29-ാമത്തെ വചനവും ഏതാണ്ട് ഇതുപോലെ സംസാരിക്കുന്നുണ്ട്. ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു. അവൻ്റെ സങ്കീർണ പ്രശ്നങ്ങളെല്ലാം അവൻ്റെ തന്നെ സൃഷ്ടിയാണ്. ദൈവത്തിന് അതിനകത്ത് ഉത്തരവാദിത്വം ഇല്ല. മനുഷ്യനായിട്ട് വരുത്തി വെച്ചതാണ് ഈ സങ്കീർണ പ്രശ്നങ്ങൾ എന്ന്. യോഹന്നാൻ 3:16 വായിക്കുമ്പോൾ, മനുഷ്യൻ്റെ വിജയത്തിന് ദൈവം അങ്ങേയറ്റം വില കൊടുത്തവനാണ്. സ്വപുത്രനെ പോലും നൽകുവാൻ അവൻ തയ്യാറായി എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 2 കൊരിന്തോസ് 5-ാം അധ്യായം 18-19 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, 19-ാമത്തെ വചനം പറയുന്നത് ലോകം മുഴുവൻ സാത്താൻ്റെ ശക്തി വലയത്തിലാണ്. എന്നാൽ 18-ാമത്തെ വചനത്തിൽ ദൈവം നമുക്ക് തരുന്ന പ്രത്യാശയ്ക്ക് വകയുള്ളൊരു കാര്യമുണ്ട്. യേശുക്രിസ്തുവിനുള്ളവരെ സാത്താന് തൊടാൻ പോലും പറ്റില്ല. ലോകം മുഴുവൻ അവൻ സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിലും യേശുക്രിസ്തുവിനുള്ളവരെ അവന് തൊടാൻ പോലും പറ്റില്ല. അതുകൊണ്ട് മനുഷ്യൻ്റെ വിജയത്തിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം ദൈവം ക്രമീകരിച്ചിരിക്കുന്നു. അവൻ്റെ വിജയം ദൈവം ആഗ്രഹിക്കുന്നു, ലക്ഷ്യമാക്കുന്നു എന്നുള്ളത് ഈ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. 2-ാമത്തെ കാര്യം, മനുഷ്യനെ തോൽപ്പിക്കാൻ നോക്കുന്നവനാണ് സാത്താൻ. അതുകൊണ്ട് വളരെ ജാഗ്രത നമ്മൾ പുലർത്തേണ്ടതുണ്ട് എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ജ്ഞാനം 2:23 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കണ്ടല്ലോ, സാത്താൻ അവൻ്റെ അസൂയ നിമിത്തം പാപം ലോകത്തിലേക്ക് കൊണ്ടുവന്ന് പാപത്തോടൊപ്പം മരണവും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പാപത്തിന് പ്രേരിപ്പിച്ച് പാപത്തിലേക്ക് നയിച്ച് നമ്മെ നിത്യനാശത്തിലേക്ക് നയിക്കുക എന്നുള്ളത് സാത്താൻ്റെ ലക്ഷ്യമാണ്.
അതിനുവേണ്ടി അവൻ രാവും പകലും അധ്വാനിക്കും. ഇനി അവനെ ചെറുത്തു തോൽപ്പിക്കാനും ദൈവത്തോട് ചേർന്ന് നിൽക്കാനും നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ജീവിത വിജയം വരിക്കാൻ സാധിക്കുന്നത്. 1 പത്രോസ് 5:8 വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മനുഷ്യൻ്റെ ശത്രു എന്ന് പറയുന്നത് പിശാചാണ്. ആ ശത്രുവിൻ്റെ ലക്ഷ്യം നമ്മുടെ നാശമാണ്. എഫേസ്യസ് 6:10-17 വരെ വായിക്കുമ്പോൾ ഈ ശത്രുവിനെ പരാജയപ്പെടുത്താൻ ദൈവത്തിൻ്റെ ആയുധങ്ങളെടുത്ത് നമ്മുടെ ജീവിതത്തിൽ നാം നീങ്ങേണ്ടതുണ്ട്. 2 തീമോത്തി 2-ാം 26 വചനം പറയുന്നത്, സാത്താൻ നമുക്ക് കെണി ഒരുക്കും, അതിൽ പെട്ട് നാശം വരിക്കാതിരിക്കാൻ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധാലുക്കളായിരിക്കണം, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളത് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവസാനമായിട്ട് വിജയം വരിക്കാൻ വളരെ ആവശ്യമായൊരു കാര്യം 2 വചനങ്ങളിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മത്തായി 10:22, അവസാനം വരെ സഹിച്ചും ക്ഷമിച്ചും നിൽക്കുന്നവർക്ക് രക്ഷപ്പെടാൻ പറ്റും. അതുപോലെ വെളിപാട് 2:10 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അവസാനം വരെ വിശ്വസ്തത തുടരുന്നവർക്ക് വിജയം വരിക്കാൻ പറ്റും, അവരെ ജീവൻ്റെ കിരീടം ദൈവം അണിയിക്കും. പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മാതാവിൻ്റെ ഈ ജന്മദിനത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകം തേടാം. അതിലൂടെ ജീവിത വിജയം വരിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. പൈശാചിക ബന്ധനങ്ങളിൽ കഴിയുന്ന നിരവധി ആളുകളുണ്ട്, വ്യക്തികളും കുടുംബങ്ങളും. അവർക്കെല്ലാം വിടുതൽ കിട്ടാൻ നമുക്ക് പ്രത്യേകമായിട്ട് ആ ഒരു പൊതു നിയോഗം വെച്ച് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരാം. മനുഷ്യൻ്റെ വിജയം ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന് അരുൾ ചെയ്ത ദൈവമേ, അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. ഞങ്ങളുടെ അധ്വാനം ഫലമണിയേണ്ടതിന് അവിടുത്തെ ആശീർവാദം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കാനും ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങളും വിജയം കാണാനും അങ്ങയുടെ സഹായവും സംരക്ഷണവും ഞങ്ങൾക്ക് നൽകണമേ. പരാജയത്തിന് വഴി തുറക്കുന്ന അഹങ്കാരവും മറ്റു പാപപ്രവൃത്തികളും വെടിഞ്ഞ് ദൈവാശ്രയത്വത്തിലും പരസ്നേഹ പ്രവൃത്തികളിലും വേരുപാകി അടിയുറയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റെന്തിനേക്കാൾ ഉപരിയായി ജീവിത വിജയം ലക്ഷ്യമാക്കാനും അങ്ങയുടെ സഹായത്താൽ അത് കൈവരിക്കാനും ഞങ്ങൾക്ക് കഴിയട്ടെ. ആമേൻ. ഇതിൻ്റെ എല്ലാ ആവശ്യങ്ങളും ഇന്നത്തെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനും നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇന്നേ ദിനം അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ ഉയർത്തുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും അവിടുന്ന് കൈക്കൊള്ളണമേ. ഈശോയെ, അവിടുത്തെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ ജീവിതം വിജയം കാണുവാൻ അങ്ങ് വരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.